വെല്ലുവിളിക്കുന്നു ഈ ചർച്ചയ്ക്കകത്തിരുന്ന്. സിസ തോമസ് ഈ ചർച്ച കേൾക്കുന്നുണ്ടെങ്കിൽ സിസ തോമസ് മറുപടി പറയണം. RSSകാർ അവരെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ RSSകാർ മറുപടി പറയണം. ഇന്ന് സിസ തോമസിനെ പിന്തുണച്ച് പ്രസ്താവന നടത്തിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പറയണം. സിസ തോമസിന് അന്തിമോപചാരം അർപ്പിച്ച് അവിടെ ശവമഞ്ചം തയ്യാറാക്കി SFI യാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ പരസ്യമായി മാപ്പ് പറയാൻ SFI സംസ്ഥാന പ്രസിഡന്റ് ഞാൻ തയ്യാറാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, സിസ തോമസിന് ശവമഞ്ചം SFI ഒരുക്കിയിട്ടില്ലെങ്കിൽ, ഈ SFIക്കെതിരായി നടക്കുന്ന കുപ്രചരണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയാൻ സിസ തോമസും ആ സിസ തോമസിന്റെ RSS അജണ്ട, ഏത് സമരങ്ങൾക്ക് മേൽ അപവാദ പ്രചരണം നടത്തി പൊളിക്കുക എന്ന RSS അജണ്ട പിന്തുടരുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? ഞാൻ ഈ ചർച്ചയ്ക്കകത്ത് പരസ്യം വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഒരു പ്രചരണം അവിടെ വന്നു. എന്താ പ്രചരണം? ഡ്രാമ സ്കൂളിലെ വിദ്യാർത്ഥികൾ, നിങ്ങൾ തന്നെ ഇപ്പൊ ഉദ്ധരിച്ചു, അവരുടെ വർക്ക് ചെയ്യാത്തൊരു ലൈറ്റ്, ആ ലൈറ്റ് വർക്ക് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഡ്രാമ സ്കൂളിലെ കുട്ടികളാണ്, തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ്, അവരവതരിപ്പിച്ചൊരു നാടകമാണ്. സാധാരണഗതിയിൽ നമ്മളൊരു കോലം കത്തിച്ചാൽ ആ കോലം കത്തിക്കുന്ന ആളുടെ മുഖമോ ഫോട്ടോയോ പേരോ എങ്കിലും എഴുതി വെക്കില്ലേ? ആ ശവമഞ്ചം തയ്യാറാക്കി ആ ലൈറ്റ് അവിടെ വെച്ചതിനകത്ത് സിസ തോമസിന്റെ ഒരു പടമോ പേരോ അവരെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നു? എന്താ പ്രചരിപ്പിച്ചേ? RSS അജണ്ടയാണ് പ്രചരിപ്പിച്ചത്. എന്നിട്ടോ ഒറ്റ കാര്യം കൂടി പറയാൻ എനിക്ക് അവസരം തരണം. ഈ വിഷയം നടക്കുന്നത് 13-ാം തീയതി ഒരു FIR പോലീസ് എടുക്കുന്നുണ്ട് കേട്ടോ. 07-35/2026. ആ FIRനകത്ത് പറയുന്ന മനോഹരമായ ഒരു വാചകം, SFIക്കാർ സമരം നടത്തിയതിന്റെ ഭാഗമായി സിസ തോമസിനെ വഴിയിൽ തടഞ്ഞു, അന്യായമായി സംഘടിച്ച വിദ്യാർത്ഥികളെ പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. പക്ഷെ പിരിഞ്ഞു പോയില്ല, അവർക്കെതിരെ കേസെടുത്തു. എത്രാം തീയതി FIR? 13-ാം തീയതി FIR. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല, നിങ്ങളുടെ പോലീസ് 13-ാം തീയതി സമരം സംബന്ധിച്ച് സത്യസന്ധമായി എടുത്ത FIR. സമരം ചെയ്താൽ പോലീസ് കേസ് വരും, ഞങ്ങൾക്ക് അതിനകത്തും തർക്കമില്ല. 16-ാം തീയതി ഒരു FIR എടുത്തു. പ്രിയപ്പെട്ട KSU പ്രതി ഒക്കുകയാണെങ്കിൽ ഗവർണർ അല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല സാറിനെ ഒന്ന് ഓർമ്മിപ്പിക്കണം. കാര്യം എന്താണെന്നറിയോ? 13-ാം തീയതി അങ്ങയുടെ മന്ത്രിയുടെ പോലീസ് എടുത്ത അതേ FIR എടുത്ത അതേ പോലീസുകാരൻ അതേ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു FIR എടുത്തിട്ടുണ്ട്, നമ്പർ 07-44/26. അതിൽ പറയുന്നത് സിസ തോമസിനെ SFIക്കാർ ഉപദ്രവിച്ചു, സിസ തോമസിനെ SFIക്കാർ ആക്രമിച്ചു, ക്രൂരമായി SFIക്കാർ മാരകായുധങ്ങൾ വെച്ച് ആക്രമണം നടത്തി. എന്തായി അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്ക്, മീഡിയക്കാർക്ക്? സിസ തോമസിന്റെ മുഖത്തൊരു മണ്ണ് നുള്ളിയിടുന്ന SFIക്കാരന്റെ ചിത്രം അന്ന് കിട്ടാതിരുന്നത്. അപ്പൊ ഇതാണ് പ്രശ്നം. ഗവർണർ വിളിച്ച് പറയുമ്പോ പോലീസ് സ്വയം ഇട്ട FIR പോലും മാറ്റി FIR തന്നെ തിരുത്തി പുതിയ FIR SFIക്കാർ എടുത്തോ? ഈ RSSന്റെ സമരം പൊളിക്കുന്ന അജണ്ടയ്ക്ക് നിങ്ങൾ എന്തിന് കേരളത്തിൽ കൂട്ടിയിരിക്കുന്നു?